വടക്കേ അറ്റത്തേക്കാണ് പോകേണ്ടത്. കാസർഗോഡ് അരുൺ പാറക്കിൽ ചേരുന്നു. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. അവിടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. മലയോര മേഖലയിലുള്ള പ്രദേശമാണ്. പറയൂ, മഴ നല്ലപോലെ ഉണ്ടല്ലോ. മിതാ, ഹാഷ്മി, ഗുഡ് മോർണിംഗ്. മഴ അതിശക്തമായി തന്നെ പെയ്യുകയാണ്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും നിർത്താതെ പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയൊരു ശമനമുണ്ടായിരുന്നു, പക്ഷേ രാവിലെ ഒരു 6 മണിക്ക് ശേഷം അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ല എന്ന പ്രദേശത്താണ്. ഈ മധൂർ അമ്പലത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെ മധുവാഹിനി പുഴ, ഇന്നലെ ഞാൻ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നു മധുവാഹിനി പുഴ കര കവിയുന്നു എന്നത്. ഇന്നിപ്പോൾ മധുവാഹിനി പുഴ കര കവിഞ്ഞ് ഈ സമീപ പ്രദേശത്തുള്ള വയലുകളിലേക്കെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യം ഒരു ഗ്രൗണ്ടാണ്. ഇവിടെ കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അത് എത്രത്തോളം വെള്ളം അത് പൊങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തൊക്കെ വീടുകളുണ്ട്. ആ വീടുകളിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പുറകിൽ കാണുന്ന ഈ വീടിൻ്റെ അത് ഗേറ്റിൻ്റെ പകുതി വരെയൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഒരു ഡ്രൈനേജും തോടുമൊക്കെ പോകുന്നുണ്ട്. അതിലൂടെയൊക്കെ വെള്ളം വന്ന വീടിൻ്റെ സ്റ്റെപ്പ് വരെയൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും ആളുകൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. ഈ മധുവാഹിനി പുഴ, അതുപോലെ തന്നെ കാര്യങ്കോട് പുഴ, ഉപ്പളപ്പുഴ, തേജസ്വിനി പുഴ എന്നീ നദികളിലൊക്കെ തന്നെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുള്ള പ്രദേശങ്ങളാണ് ശക്തമായ തിരമാല മുന്നറിയിപ്പുള്ളത്. ഈ പ്രദേശത്ത് ജാഗ്രത പാലിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് വെള്ളരിക്കുണ്ട് താലൂക്കിലെ പറമ്പ LP സ്കൂളിലേക്ക് 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു എന്ന വിവരമാണ് വരുന്നത്. 37 പേരാണ് നിലവിൽ ക്യാമ്പിലുള്ളത്. മൈച്ച, കാര്യങ്കോട് പ്രദേശങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ വെള്ളം കയറിയിരിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നത്. അത് അവരെ ബന്ധുവീടുകളിലൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മധുവാഹിനി പുഴയിൽ വെള്ളം ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെർക്കള ഇളനീർ റോഡിൽ ഇന്നലെ വൈകിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു കാറിന് മുകളിൽ മരം വീണിരുന്നു. ആ മരം വെട്ടിമാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാലും ഇതുപോലെയുള്ള വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഹാഷ്മി, സ്മിത. റോഡേതാ വീടേതാ തോടേതാ എന്നറിയാത്ത അവസ്ഥയാണ്. അതാ ഒരു വീടിൻ്റെ മുന്നിലത്തെ കാഴ്ചയാണ് കാണുന്നത്. അതങ്ങ് കയറി അങ്ങ് വീട് വരെ എത്തിയപ്പോൾ അതിനകത്തുള്ള ആൾക്കാർക്ക് എങ്ങനെ പുറത്തിറങ്ങുമെന്തോ. അത് അവിടുത്തെ മാത്രം അവസ്ഥയല്ല, ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും കാഴ്ചയാണ്.